ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആഷ്നാസ് എഡ്യൂ സ്പോട്ട്. അപ്പൊ ഇന്നലെ നമ്മൾ കുറെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ കുറച്ച് കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓരോ ചാപ്റ്ററിൽ നിന്നൊക്കെ കുറെ കുട്ടികൾക്കൊന്നും അറിയില്ല ഗൂഗിൾ സെർച്ച് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പം ചില PDF കിട്ടി. അതിലൊരു നല്ലതാണെന്ന് തോന്നിയ ഒന്നാമത്തെ ചാപ്റ്ററിലെ ഓരോ ക്വസ്റ്റ്യന്റെ മോഡലൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യോ, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം, സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു PDF എനിക്ക് കിട്ടിയ HSPTA മലപ്പുറത്തിന്റെ സൊല്യൂഷൻ ഫോർ ലേണിംഗ് ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് കേട്ടോ അത്. അപ്പൊ ഫിസിക്കൽ വേൾഡ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മോഡൽ. ഈച്ച് ക്വസ്റ്റ്യൻ സ്കോർസ് 1 മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിച്ചു പോവുക കേട്ടോ. ഇത് ഏകദേശം 10 പേജസ് ഉണ്ട്. നമുക്ക് നോക്കാം. Dash is the area of physics concerned with the motion of physical objects, more specifically the relationships among force, matter and motion. Mechanics ആണ്. Dash is a branch of physics that deals with the study of mechanical waves in gases, liquids and solids, including topics such as vibration, sound, etc. Acoustic എന്ന് പറഞ്ഞ branch of physics ആണ് ഇത്തരത്തിലുള്ള mechanical waves in gases, liquids and solids ഒക്കെ പഠിക്കുന്നത്. Dash is branch of physics that deals with the heat, work and temperature and their relation to energy, radiation and physical properties of matter. Thermodynamics പറയുന്നതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ടെമ്പറേച്ചർ റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. Dash is the branch of physics which deals with the rapidly changing electric and magnetic field, electrodynamics. Dash is the branch of physics that studies the behavior and properties of light, including its interaction with the matter and the construction of instruments that use or detect it. Optics എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആണ് കേട്ടോ. ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ കണ്ണട അല്ലെ. അപ്പൊ അതായത് ലൈറ്റിനെ, അതേപോലെ തന്നെ ഇന്ററാക്ഷൻ വിത്ത് മാറ്റർ ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ദാറ്റ് യൂസ് ഓർ ഡിറ്റക്ട് ഇറ്റ് ആണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ച്. Relativistic mechanics and quantum mechanics includes in modern physics. Okay. Dash refers to mechanics compatible with the special relativity and general relativity. Relativistic mechanics refers to mechanics compatible with the special relativity and general relativity. Dash deals with the physical properties of atomic and subatomic particle. Answer endane quantum mechanics. List the fundamental forces in nature. Which is the strongest force among fundamental forces? The weakest force, ഇതൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യന് നോക്കുക കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നാച്ചർ എന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണോ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണോ, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണോ? ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും കേട്ടോ. ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഫോഴ്സ് ഈസ്, ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല പഠിച്ചു വെക്കുക. ഗിവ് 2 ഡയമെൻഷണൽ ക്വാണ്ടിറ്റീസ് പഠിച്ചു വെക്കുക. ഡിഫൈൻ 1 റേഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പഠിക്കുക. All constants are dimensionals. Do you agree the statement? അതിന്റെ ക്വസ്റ്റ്യൻസും ആൻസറും പഠിച്ചു വെക്കാം. Pick out the odd one. Kilogram, second, ampere, candela, impulse. അപ്പൊ ഇതില് കിലോഗ്രാം ആണല്ലേ. Find the odd one. ഇതേപോലെ മാസ്, luminous, intensity, ചാർജ്, ടെമ്പറേച്ചർ. ചാർജ് ആണ് ഇതിലെ odd one. അടുത്ത ക്വസ്റ്റ്യൻ, 1 ഫെമി എന്ന് പറഞ്ഞാൽ ഫെമറ്റോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 10⁻⁻15 മീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 ഫെമി എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ ഓഡ് വൺ കണ്ടുപിടിക്കാൻ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചാപ്റ്ററിനുള്ള കിലോഗ്രാം, സെക്കൻഡ്, ആംപിയർ, കാൻഡില, ന്യൂട്ടൺ ആണ് കേട്ടോ. 1 ആംസ്ട്രോങ് എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻10 ആണ് 1 ആംസ്ട്രോങ്. 1 ഫെമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 ആണ് കേട്ടോ. ഫെമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നുള്ള 15. ഓക്കെ, 1 ആംസ്ട്രോങ് എന്ന് പറഞ്ഞതിൽ 10⁻⁻10 ആണ് കേട്ടോ. Which is the largest practical unit of length, the distance used in astronomy? Parallactic second or parsecond എന്ന് പറയുന്നതാണ് നമ്മുടെ
practical unit of length. It is the largest practical unit of length അല്ലെങ്കിൽ distance used in astronomy എന്ന് പറയുന്നത്. Astronomical unit എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 astronomical unit എത്ര മീറ്റർ ആണ്? 1.496 into 10 raised to minus 10 raised to 11 മീറ്റർ ആണ്. 1.496 into 10 raised to 11 മീറ്റർ. 1 light year ഉം 1 astronomical unit മാറിപ്പോയത്. 1 light year എന്ന് പറയുന്നത് എത്രയാണ്? 9.46 into 10 raised to 15 meter ആണ്. 9.46 into 10 raised to 15 meter. മറ്റേത് എത്രയാണ്? 1 astronomical unit എന്ന് പറയുന്നത് 1.496 into 10 raised to 11 meter. 1 parsec അല്ലെങ്കിൽ parallactic second or parsec equal to dash meter. 1 parsec equal to 3.08 into 10 raised to 16 meter. 3.08 into 10 raised to 16 meter. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ കാണാതെ. The powers to which the fundamental quantity must be raised to get a physical quantity are called dash of that quantity. എന്താണ്? Dimensions. State true or false. A quantity have dimensions but still has no unit. ഒരു ക്വാണ്ടിറ്റി ഹാവ് ഡയമെൻഷൻ ഉണ്ട്, പക്ഷെങ്കിൽ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചോദിക്കുന്നു. ഫാൾസ് ആണ് കേട്ടോ. ഇഫ് ആൻ ഇക്വേഷൻ ഈസ് കറക്റ്റ്, ഓൾ ദ ടേംസ് വിൽ ഹാവ് ദ സെയിം ഡയമെൻഷൻ. This is the principle of momentum അല്ലെങ്കിൽ principle of homogeneity of dimensions, principle of continuity, principle of Bernoulli. Principle of homogeneity of dimensions ആണ്. If an equation is correct, all the terms will have the same dimensions. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ഇവിടെ ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്, ഇവിടെയും ഡയമെൻഷൻസ് വന്നിട്ടുണ്ട്. അത് ഓർത്ത് വെക്കാം. 1 മൈക്രോൺ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 10 raised to minus 6 മീറ്റർ ആണ് 1 മൈക്രോൺ. 1 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 10 raised to minus 6 മീറ്റർ ആണ്. ഹെർട്സ് ഈസ് ദ ഫ്രീക്വൻസി, ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. 1 AMU അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1.66 into 10 raised to minus 27 കിലോഗ്രാം. 1.66 into 10 raised to minus 27 കിലോഗ്രാം. ഇതൊക്കെ സ്വന്തമായിട്ട് നിങ്ങൾ വായിച്ചിട്ട് കാണാതെ പഠിച്ച് നിങ്ങളോട് തന്നെ ആൻസർ പറയണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ cannot be obtained by the dimensional method? n equal to n0 e raised to minus lambda t എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് നമ്മൾക്ക് ഡയമെൻഷണൽ മെത്തേഡ് വെച്ചിട്ട് കിട്ടാത്തത്. n equal to n0 e raised to minus lambda t. Pick out the odd one in the given pairs. Angular velocity and frequency, work and energy, angle and strain, impulse and momentum. Answer angle and strain എന്ന് പറയുന്നതാണ്. Light year is the unit of time, length, year, velocity. Length ആണ്. Kilowatt hour is the unit of energy, power, time, mass. ഇതിൻ്റെതാണ് എനർജി ആണ് കിലോവാട്ട്. നമ്മൾ ബൾബിന്റെ ഇതിലൊക്കെ നോക്കിയാൽ അറിയാം എത്ര വാട്ടിന്റെ ബൾബ് ആണെന്നാണ് നമ്മൾ നോക്കുക. അപ്പൊ അത് എനർജി. കിലോവാട്ട് അവർ, കിലോവാട്ട് എന്ന് പറയുന്നത് പവറിന്റെ, പക്ഷെ കിലോവാട്ട് പെർ അവർ എന്ന് പറയും. കിലോവാട്ട് അവർ എന്ന് പറയുമ്പോൾ എന്താണ്? പവർ ഡിവൈഡഡ് ബൈ അവർ, ടൈം ആണല്ലേ. അപ്പൊ അത് എനർജി ആണ് കൺസിഡർ ചെയ്യുന്നത്. പിക്ക് ഔട്ട് ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഫ്രം ദ ഫോളോയിങ്. സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ്, ന്യൂട്ടൺ, ജൂള്. സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഈ തന്നിരിക്കുന്നത്. Select a true statement from the following. Year and light year have the same dimension. The intensity of gravitational field has same dimension as that of the acceleration. 1 angstrom is the mean distance between sun and earth. Parsec is a unit of time. Intensity of gravitational field has same dimensions as that of acceleration. ഇതാണ് ഇതിന്റെ true statement. ഇനി 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് നോക്കാം. Each question scores 2. Explain briefly the 2 dimensions of 2 domains of physics. In physics, there are 2 domains of interest: macroscopic and microscopic. Macroscopic domain, it includes phenomena at the laboratory, terrestrial and astronomical scales. Microscopic domain, it includes atomic, molecular and nuclear phenomena. Macro എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിട്ടുള്ള വലിയ കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ അതിനെ ലബോറട്ടറി ആയിട്ടോ അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ആസ്ട്രോണമിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കുറിച്ച്, സ്കെയിൽസിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറയുന്നത്. പക്ഷെ മൈക്രോസ്കോപ്പിക് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ് മൈക്രോസ്കോപ്പ് കൂടെ നോക്കുന്ന അല്ലെ മൈക്രോ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു വെക്കണം കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് അറ്റോമിക്, മോളിക്കുലർ ആൻഡ് ന്യൂക്ലിയർ ഫിനോമിന. ഓക്കെ, ഇത് പഠിച്ചല്ലോ. അടുത്ത ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു മീൻ ബൈ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി?
Give the dimensions of the following quantities. Momentum, force. എന്താണ് dimensions of physical quantity എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മൊമെന്റത്തിന്റെ ഫോഴ്സിന്റെയും ഡയമെൻഷൻസ് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ എന്ന് തന്നെ ഇട്ടിട്ട് എഴുതണം കേട്ടോ. The dimensions of a physical quantity are the powers to which the fundamental quantity must be raised to get the quantity. ഈ ഒരു ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ മേലെയും എന്ത് ചെയ്യും നമ്മൾ പവേഴ്സ് ഇടും അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദ ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ പവേഴ്സ് ടു വിച്ച്, പവേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ള പവേഴ്സ് ആണ്? ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഓരോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ മേലെയും നമ്മൾ ഇടുന്ന ഒരു പവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന്, ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഗെറ്റ് ദാറ്റ് ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിന്റെ മേലെ ഇടുന്ന പവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റത്തിന്റെ കാണാൻ പറഞ്ഞു. അപ്പൊ മൊമെന്റത്തിന്റെ MLT ആണ്. അപ്പൊ M എന്ന് പറയുന്നത് മാസ് 1, എല്ലും 1 ആണ്, പവർ T എന്ന് പറയുന്നത് -1, MLT. അതായത് മൊമെന്റത്തിന്റെ ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മാത്രമേ ഇത് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഫോഴ്സിന്റെതും അങ്ങനെ തന്നെ, MLT⁻², MLT⁻² ആണ് ഫോഴ്സ്. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി, ഇതിന്റെ ഇക്വേഷൻ അറിയണം കേട്ടോ. Give 4 pairs of physical quantity having the same dimensions: momentum and impulse, work, energy, torque, angular momentum and Planck's constant, pressure and stress. ഇതിനാണ് 4 pairs of physical quantity that having the same dimensions. നിങ്ങൾ 4 എഴുതിയാൽ പോരാ, പെയർ ആയിട്ട് എഴുതണം. മൊമെന്റും ഇമ്പൾസും, വർക്ക്, എനർജി, ടോർക്ക്, ആംഗുലാർ മൊമെന്റും, പ്ലാങ്ക്സ് കോൺസ്റ്റന്റും, പ്രഷറും സ്ട്രെസ്സും. ഓക്കെ. Give 4 examples for dimensionless physical quantities: angle, solid angle, strain, relative density. Give 2 examples for dimensionless unitless physical quantity: relative density, coefficient of friction ആണ് dimensional unitless physical quantity. Okay. Give 4 examples for the physical constant having dimensions: gravitational constant, Planck's constant. Gravitational constants m⁻⁻1, L⁻3, T⁻². Planck's constant ml² T⁻². Okay. ഇനി യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിന്റേതാണ്, ആരുടെയാണ്? ml⁻², T⁻², K⁻−1, mol⁻−1. ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് K, m⁻1, T⁻². Give 2 examples for dimensionless physical constant. Example: relative permittivity or dielectric constants, relative permeability, refractive index. Can a quantity have units but still be dimensionless? Justify your answers. Yes, a quantity having unit may be dimensionless. For example, the quantity angle has no dimension, but it is the unit of radian. Okay. അതിന് റേഡിയൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട്, പക്ഷെ അതിന് എന്തില്ല, ഡയമെൻഷൻലെസ് ആണ്. ഫോർ എക്സാമ്പിൾ, ദ ക്വാണ്ടിറ്റി ആംഗിൾ എന്ന് പറയുന്നത് ഹാസ് നോ ഡയമെൻഷൻ, അതിന് ഡയമെൻഷൻ ഒന്നുമില്ല, ബട്ട് ഇറ്റ് ഹാസ് ദ യൂണിറ്റ് റേഡിയൻ. What are the uses of dimensional analysis? To check the correctness of an equation. ഒരു ഇക്വേഷന്റെ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ഡിറൈവ് എ റിലേഷൻസ് ഫോർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾക്ക്, അല്ലെങ്കിൽ റിലേഷൻ ഉണ്ടാക്കണമെങ്കിൽ, ഡിറൈവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇത് യൂസ് ചെയ്യണം ഇൻ ദ ഡയമെൻഷണൽ അനാലിസിസ്. ടു കൺവേർട്ട് എ യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ, ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു യൂണിറ്റിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. A student was asked to write the equation for displacement at any instant in a simple harmonic motion of amplitude A. He wrote the equation as y = a sin 2 pi v by k t, where v is the velocity of instant t. For the equation to be dimensionally correct, what should be the dimensions of k? K യുടെ dimensions എന്തായിരിക്കും? K യുടെ dimensions of dimensions of k equal to dimensions of vt ആണ്. Dimensions of v. അപ്പം L⁻1, T⁻², T⁻1, T⁻−1 T⁻1 കൂടി ക്യാൻസൽ ആയി T⁻0 ആയി. അപ്പൊ T⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ L⁻1 ആണ് അതിന്റെ ആൻസർ വരുന്നത്. All physical quantities can be expressed in terms of dimensions. Write the physical quantities of the following dimensions: ml⁻1, m⁻1,
L raised to 2 T raised to minus 2. M raised to 1 L raised to 1 T raised to minus 1 എന്ന് പറഞ്ഞാൽ momentum or impulse ആണ്. M raised to 1 L raised to 2 T raised to minus 2 എന്ന് പറഞ്ഞാൽ വർക്ക് ഓർ എനർജി ഓർ ടോർക്കിന്റെ ഒക്കെ ഡയമെൻഷൻസ് വരുന്നത് സെയിം ആണ്. അപ്പൊ ആ ഡയമെൻഷൻസ് എങ്ങനെയാ കാണുന്നത് എന്നൊക്കെ ഉള്ളത് നിങ്ങളെ പഠിപ്പിച്ച് തരുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്കിങ്ങനെ നോട്ടിൽ എഴുതിയിട്ടൊക്കെ അതെങ്ങനെയാ എനിക്ക് അതിനുള്ള സെറ്റപ്പ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് തരണമെന്നുണ്ട്, പക്ഷെ ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ എച്ച് ഈക്വൽ ടു എഫ് വി സ്ക്വയർ ബൈ എൽ വേർ എഫ് ഈസ് ദ ഫോഴ്സ്, വി ഈസ് ദ വെലോസിറ്റി ആൻഡ് ആംഗുലർ മൂവ്മെന്റ്. ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് എച്ച്. ഡയമെൻഷൻസ് ഓഫ് എച്ച് ഈക്വൽ ടു എഫ്. ഇതിന്റെ ഡയമെൻഷൻസ് എടുക്കുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് എഴുതുക. എഫ് വി സ്ക്വയർ എൽ. ഫോഴ്സിന്റെ ഡയമെൻഷൻസ് എഴുതുക എം എൽ ടി റൈസ് ടു മൈനസ് ടു. വി സ്ക്വയറിന്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എൽ ടി റൈസ് ടു മൈനസ് വൺ ഹോൾ സ്ക്വയർ ആണ്. ബിയുടേതാണ് എഴുതുക, നിങ്ങൾ വെലോസിറ്റിൻ്റെതാണ് എഴുതുക, എന്നിട്ട് അത് സ്ക്വയർ ചെയ്യുക. എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ്, അപ്പൊ എം എൽ ടി റേസ് ടു മൈനസ് ടു എൽ സ്ക്വയർ. ഈ ഒരു എന്താണ് സ്ക്വയർ ഇങ്ങോട്ട് വരും അല്ലെ. എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ടി റേസ് ടു മൈനസ് ടു. അപ്പൊ ഇതും ക്യാൻസൽ ചെയ്ത് പോകും, എമ്മും ക്യാൻസൽ ചെയ്ത് പോകും, എല്ലും ക്യാൻസൽ ചെയ്യുമ്പോൾ എല്ല് മാത്രം ബാക്കിയാവും. അങ്ങനെ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്യുക. സാധാരണ നമ്മൾ എങ്ങനെയാണോ മൈനസ് വൺ ഉണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ ആൻസർ കിട്ടുക എന്താണ്? എം റേസ് ടു 0 എൽ റേസ് ടു 1 ടി റേസ് ടു മൈനസ് 3. Using the principle of homogeneity of equations, check whether the equation is correct. T equal to 2 pi root of g by L. T equal to time g acceleration due to gravity. L is the length of the pendulum. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയമെൻഷൻസ് ഓഫ് ടി ഈക്വൽ ടു ടി റേസ് ടു മൈനസ് വൺ. ഡയമെൻഷൻസ് ഓഫ് ജി ബൈ എൽ എന്ന് പറയുമ്പോൾ എൽ റേസ് ടു 1 ടി റേസ് ടു 2 എൽ 1. അപ്പൊ ആൻസർ കിട്ടുക ടി റേസ് ടു മൈനസ് 1 ആണ് കേട്ടോ. എൽ 1 ക്യാൻസൽ ആവും. ടി റേസ് ടു മൈനസ് 2 ഓൾ റേസ് ടു 1/2 ആണ് വരിക. അപ്പൊ 2 ക്യാൻസൽ ആവും, മൈനസ് 1 ബാക്കി ഉണ്ടാവും. ഡയമെൻഷൻസ് ഓഫ് എൽ എച്ച് എസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻസ് ഓഫ് ആർ എച്ച് എസ്. ദാറ്റ്സ് ദ ഇക്വേഷൻ ഈസ് റോങ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ജി ബൈ എൽ എന്ന് പറയുന്ന ഇക്വേഷൻസ് റോങ് ആണെന്ന് പറയുന്നത്. ഇത് ഇപ്പോഴും എനിക്ക് +1 പഠിച്ച ഓർമ്മയുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. അടുത്തത് ചെക്ക് വെദർ ദ ഇക്വേഷൻ എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച് ഈസ് ഡയമെൻഷനലി കൺസിസ്റ്റന്റ് based on the above equation. Justify the following statement. A dimensionally correct equation need not be actually an exact equation. The equation mv square equal to mgh is dimensionally consistent, but the exact equation is half mv square equal to mgh. Thus the given statement is correct. A dimensionally correct equation need not be physically true. Mention any 4 limitations of dimensional analysis. Answer: the method doesn't give any information about the dimensionless constant k. It fails when a physical quantity depends on more than 3 physical quantities. It fails when a physical quantity is the sum or difference of 2 or more quantities. It fails to derive the equation involving trigonometric, logarithmic and exponential function. ഇത് പഠിച്ചു വെക്കണേ. Differentiate between plane angle and solid angle. അത് പഠിച്ചു വെക്കുക. Which are the fundamental forces in nature? List any 2 physical quantities having same dimension. Write 2 limitations of dimensional analysis. അത് ഇവിടെ തന്നെ ഉള്ളതാണ്. Write 2 limitations of dimensional analysis. Give the dimension formula of the following. Differentiate between macroscopic domain and microscopic domain in physics. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ. Write the full form of MKS and FPS system. And each question scores 3 mark into match the following: coefficient of efficient viscosity, gravitational constant, modules of elasticity. എന്നിട്ട് ഇവിടെ അതിന്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ആൻസർ എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എഴുതും. അതിനെയാണ് നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് മെക്കാനിക്കൽ പവർ ഈസ് റെപ്രസെന്റഡ് ബൈ P equal to FV plus AV cube rho, where F is the force, V is the velocity, A is the area and rho is the density. The dimensional formula of power is dash. Check the dimensional validity of the above equation. The dimensional formula for power is ml square T raised to minus 3. P equal dimension P equal to dimension ml square T raised to minus 3. P into the FV ആണ് വരുന്നത് equal to mt raised to minus 2 into LT raised to minus 1. MLT square ml square T raised to minus 3. AV cube rho എന്ന് പറയുന്നതിൻ്റെത് L square into LT raised to minus 1 ആണ്. V അതിന്റെ 3 അതായത് ക്യൂബ് എടുത്തു ഈക്വൽ ടു എന്താണ് ml raised to minus 3 equal to L square L cube T raised to minus 3 ml raised to minus 3 ml square T raised to
minus t. All the terms have the same dimensions. അതായത് ഇതിൽ തന്നിരിക്കുന്ന dimensions correct ആണ്, same dimensions ആണ്. Therefore the equation is correct. Give example for following. A dimensionless unit, a less physical quantity. A dimensionless physical quantity but having unit in SI unit. Two physical quantities which are the same dimension. Strain, angle, work and energy ആണ് ഇതിന്റെ ആൻസർ. Check whether the equation t equal to 2 pi root m by g is dimensionally correct. ഇതുപോലെ dimensionally correct ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള കുറെ ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ t equal to 2 pi root of m by g is dimensionally correct ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. For t is the time period, m is the mass of the bob, g is the acceleration due to gravity. T equal to 2 pi root m by g. Therefore t square equal to എന്താണ്, ഇതിന് t square ഈ സ്ക്വയർ മാറ്റാൻ വേണ്ടിയിട്ട് 4 pi square m by g. ഇപ്പൊ ഡയമെൻഷൻസ് ഓഫ് LHS എന്ന് പറയുന്നത് t2 ആണ്. അപ്പം m raised to 0, l raised to 0, t raised to എന്താണ് 2. അത് t2 ആണ് പറയാൻ കാരണം കണ്ടോ, m by g ഈ RHS നോക്കുകയാണെങ്കിൽ m ഇതാ ഈ സൈഡ് ഇതൊക്കെ എന്താണ് 4 pi square എന്ന് പറയുന്നത് ഡയമെൻഷൻ ഇല്ലാത്തതാണ്. m by g m square raised by l g ഗ്രാവിറ്റിൻ്റെത് l raised to 1 t raised to minus 2. ആൻസർ m raised to 1 l raised to minus 1 t raised to 2. Dimensions of LHS and RHS are not equal. ഇതിന്റെ ഡയമെൻഷൻസ് ഓഫ് LHS എന്ന് പറയുന്നത് m raised to 0, l raised to 0, t raised to 2 ആണ്. RHS എന്ന് പറയുന്നത് എന്താണ് m raised to 1, l raised to minus 1, t raised to 2 ആണ്. This thus according to principle of homogeneity the equation is wrong ആണ്. The correctness of equation can be checked using the principle of homogeneity. State the principle of homogeneity. Using this principle, check whether the following equation is dimensionally correct. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. Half mv square equal to mgh, where m is the mass of the body, v is the velocity, g is the acceleration due to gravity, the height. H is the height. It states that if an equation is correct, all the terms will have the same dimension. ഇതിനെയാണ് നമ്മൾ equation principle of homogeneity എന്ന് പറയുന്നത്. Dimensions of mv square നമ്മൾക്ക് കണ്ടെത്തണം. m raised to 1 v യുടേത് വെച്ചിട്ട് സ്ക്വയർ ചെയ്യുക, l raised to 1 t raised to minus 1 അതിന്റെ സ്ക്വയർ ചെയ്യുക. അപ്പൊ ആൻസർ m raised to 1 l raised to 2 t raised to minus 2 ആണ്. ഇനി ഡയമെൻഷൻസ് ഓഫ് ഈ സൈഡിലുള്ള എം ജി എച്ചിൻ്റെത്, എമ്മിൻ്റെത് എന്താണ് m raised to 1, ജിയുടേത് l raised to 1 t raised to minus 2, എച്ചിൻ്റെത് ലെങ്ത് ആണ് l raised to 1. അപ്പൊ m raised to 1 l raised to 2 t raised to minus 2. അപ്പൊ LHS-ഉം RHS-ഉം സെയിം ഡയമെൻഷൻസ് ആണ്. Therefore by the principle of homogeneity the equation is correct. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. The centripetal force on a body depends on mass of the body, velocity and radius of circular path. Find the expression for centripetal force acting on the body by using principle of dimensional analysis. Take constant k equal to 1. F is directly proportional to m raised to a, v raised to b, r raised to c. അതാണ് centripetal force. F equal to k, അതായത് ഈ ഒരു എന്താണ് ഇക്വേഷൻ ഇത് ഈക്വൽ ആക്കിയപ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരുന്നതാണ് കേട്ടോ. കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് വരും, കാരണം ഇത് പ്രൊപ്പോർഷണൽ ആണല്ലോ. പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് ഈക്വൽ ആക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു, അതാണ് കെ. ആ കോൺസ്റ്റന്റ് നമ്മൾ 1 എന്ന് കൺസിഡർ ചെയ്യുന്നു. 1 ആണെങ്കിൽ സെയിം തന്നെയാണല്ലോ. അപ്പം 1 into ഇത്രയും ചെയ്താലും സെയിം m raised to a, v raised to b, r raised to c തന്നെയാണ് ഉണ്ടാവുക. കെ വെറുതെ കൊടുത്തു എന്നേ. ടേക്കിംഗ് ഡയമെൻഷൻസ്, ഈ റൈറ്റ് സൈഡിലുള്ള ഡയമെൻഷൻസ് എന്ന് പറയുന്നത് എന്താണെന്നും LHS എന്താണെന്നും RHS എന്താണെന്നും കണ്ടെത്താം. LHS F, m raised to 1, l raised to 1, t raised to minus 2 ആണ് F. അപ്പൊ m raised to 1 all raised to a മാസ്, ബിൻ്റെത് l raised to 1, t raised to minus 1, all raised to b. ഓക്കെ, l raised to 1 all raised to c കൊടുത്തു. അപ്പൊ m raised to 1, l raised to 1, t raised to minus 2 equal to m raised to a, l raised to b, t raised to minus b, l raised to c. അപ്പൊ m raised to 1, l raised to 1, t raised to minus 2 equal to m raised to a, l raised to b plus c. കാരണം ഇവിടെ ഒരു l raised to b ഉണ്ട്, ഇവിടെ l raised to c ഉണ്ട്. അപ്പൊ ഇത് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്ത സാധനം ആയതുകൊണ്ട് മോളിൽ എന്ത് ചെയ്യും, പ്ലസ് ആയി വരും. l raised to b plus c, t raised to minus. Equating dimensions on both sides. ഇവിടെയുള്ള എമ്മിന്റെ മേലുള്ള ഇക്വേഷനും ഇവിടെയുള്ള എമ്മിന്റെ മേലുള്ള പവറുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ a equal to എത്രയാണ് 1, b plus c എന്ന് പറഞ്ഞാൽ എന്താണ് 1 കിട്ടും, മൈനസ് b എന്ന് പറയുമ്പോൾ -2 കിട്ടും. അപ്പൊ b എന്ന് പറയുമ്പോൾ 2 കിട്ടും. അപ്പൊ b എന്ന് പറയുന്നത് 2 ആണെങ്കിൽ b plus c എന്ന് പറയുന്നത് 1 ആണെങ്കിൽ c എന്തായിരിക്കും, -1 ആയിക്കോട്ടെ. b plus c equal to 1.
ബി എന്ന് പറയുന്നത് 2 ആണ്. 2 പ്ലസ് സി ഈക്വൽ ടു 1 എന്ന് വരൂലല്ലോ. അപ്പൊ സി ഈക്വൽ ടു എന്താണ്? 1 മൈനസ് 2 എന്ന് വരും. അപ്പൊ ആൻസർ -1. ആൾസോ ഗിവൺ കെ ഈക്വൽ ടു എന്താണ്? 1. Thus equation 1 become F equal to mv square by r. F equal to mv square by r. അതായത് എമ്മിന്റെ മേലെ 1 ഇട്ടു, വിയുടെ മേലെ എന്താണ്? വിന്റെ ആൻസർ, ബിന്റെ ആൻസർ ഇട്ടു mv സ്ക്വയർ. r എന്താണ്? r raised to -1 ആയതുകൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് താഴെ ഇട്ടു. r equal to 1. മനസ്സിലായല്ലോ? Velocity cannot be added to temperature. This is in accordance with the which law of physics? Check the dimensional correctness of the equation PV equal to Fx, where P is the pressure, V is the volume, F is the force, and X is the displacement. The principle of homogeneity of dimensions ആണ് ഇതിന്റെ law of physics എന്ന് പറയുന്നത്. Dimensions of LHS, dimensions of RHS സെയിം ആണെന്ന് നോക്കിയതാണ് ഇവിടെ. ഇത് നോക്കിയിട്ട് എഴുതാട്ടോ. ഞാൻ വായിക്കുന്നില്ല, തൊണ്ടവേദന ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെയാണ്. ഓക്കെ. Pair the physical quantities according to their dimensions: energy, pressure, momentum, work, energy, density, impulse. Check the correctness of given equation using the method of dimensions. F equal to ma, where F is force, m is. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. One student doubts the expression for kinetic energy K equal to mv raised to 3 K into E equal to half mv square. How can you help it? ചെയ്ത് പഠിക്കാം കേട്ടോ. A company manufacturing PVC pipes claims in an advertisement that the volume of water flowing out through a pipe in a given time as per the equation B equal to K A raised to 2 UT, where the നോക്കിയിട്ട് എഴുതി നോക്കാം. തൊണ്ടവേദനയായിട്ടാണ്, ഒന്ന് വിചാരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ഇത് പോസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്തതും കണ്ടു പോസ് ചെയ്ത് എഴുതിയെടുക്കാം. ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആൻസർ എഴുതിയെടുക്കുക കേട്ടോ. എന്നിട്ട് കാണാതെ എഴുതി പഠിച്ചു നോക്കണേ. ഇനി അടുത്തത്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി പലരും ഇതിന്റെ PDF ഒക്കെ ചോദിച്ചിട്ട് വരും. എനിക്ക് ഈ PDF ഒന്നും അറ്റാച്ച് ചെയ്യാനൊന്നും അറിയില്ല. നിങ്ങൾ ഒന്നുകിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട്, അതായത് ചെയ്തിട്ട് ഒന്ന് എഴുതിയെടുക്കാം കേട്ടോ. ഇതൊക്കെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോണേ. A physical quantity can be expressed in terms of dimension. Write the physical quantities of the following dimensions: m raised to 1, l raised to 1, t raised to -2, m raised to 1, l raised to 2, t raised to -2. Check whether the equation t equal to 2 pi root of m by g is dimensionally correct. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. ഓക്കെ, പറ്റുന്നത്ര പഠിച്ചിട്ട് പോകാം. അതുപോലെ ഈ സംഭവം റിലേറ്റിവിസ്റ്റിക് ഇക്വേഷന്റെ ഈ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് പോസ് ചെയ്തിട്ട് എഴുതി പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ചാപ്റ്ററിൽ, ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിലുള്ള പഠിക്കാനുള്ളത് നിങ്ങൾക്ക്. അപ്പൊ ഇതൊക്കെ ഒന്നും പഠിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എഴുതി പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് എക്സാമിന് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. ബാക്കി നിങ്ങൾക്ക് PDF ഒക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ, ലൈക്ക് ഇട്ടാൽ, ഞാൻ കൂടുതൽ പേർക്ക് ആവശ്യമാണെന്ന് കണ്ടാൽ ഞാൻ ആ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ ചെയ്തു തരാം. അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി HSS റിപ്പോർട്ടർ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടും കേട്ടോ. താങ്ക് യു ടു HSS റിപ്പോർട്ടർ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. നന്നായിട്ട് പഠിക്കട്ടോ.